എന്തൊരു ട്വിസ്റ്റാണ്! യജാതി കളിയാണ് ഗ്രീഷ്മ കളിക്കുന്നത്. എന്തായാലും ഇത് സിനിമകളെ വെല്ലുന്ന ട്വിസ്റ്റാണ്. നമ്മൾ കണ്ട മികച്ച ത്രില്ലർ സിനിമകളെക്കാൾ ട്വിസ്റ്റുകളുള്ള ഒരു കേസായി മാറിയിരിക്കുകയാണ് ഷാരോൺ വധക്കേസ്. ആ പാവം മനുഷ്യന്റെ വധത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് നീതി ലഭിക്കുമോ എന്നുള്ളത് പോലും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണുള്ളത്. ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ കണ്ട ഗ്രീഷ്മയുടെ നീക്കങ്ങൾ അറിഞ്ഞ് ചിലപ്പോൾ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘമടക്കം നടുങ്ങിപ്പോയി കാണും. കാരണം അന്താളിച്ചു പോയി കാണും. അങ്ങനെ ഒരു കിടിലൻ നീക്കമാണ് ഈ പറയുന്ന ഗ്രീഷ്മ ഇന്ന് നടത്തിയിട്ടുള്ളത്. കാരണം തങ്ങളുടെ കൂടെ ചിരിച്ചും കളിച്ചും നടന്നിരുന്ന ഒരു പെണ്ണ് തന്നെയാണോ ഇന്ന് കോടതിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് പോലും പോലീസ് ചിന്തിച്ചു കാണും. കാരണം ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പോലീസിനെ അടക്കം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ അടക്കം ഗ്രീഷ്മയുടെ വലയിലേക്ക്, ഗ്രീഷ്മയുണ്ടാക്കിയെടുത്ത ഒരു പ്ലാനിലേക്ക് ഗ്രീഷ്മ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് ജയിലിനകത്ത് നിരാശയോടെ, കുറ്റബോധത്തോടെ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, മറിച്ച് നിരാശയോടെ എന്തോ ആലോചിച്ച് ഒറ്റയ്ക്കിരുന്ന് ആരോടും മിണ്ടാതിരിക്കുന്ന ഗ്രീഷ്മയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടപ്പോൾ എന്നെ ചില ആളുകൾ കുറ്റപ്പെടുത്തി. ആ പെണ്ണിന് ചിലപ്പോൾ കുറ്റബോധമായിരിക്കാം കാതറെ. ആ പെണ്ണിന് ചിലപ്പോൾ അവള് ചെയ്ത ആ കൊടിയ പീഡനത്തിന്റെ കാര്യം ആലോചിച്ച് ഒരു ഒരു കുറ്റബോധ മനസ്സിനകത്ത് വന്നിട്ടുണ്ടാകാം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കട്ടെ. എന്തിനാണ് കാതറെ വീണ്ടും വീണ്ടും ആ പെണ്ണിനെ പറയുന്നത്, ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചില ആളുകൾ ചോദിച്ചിരുന്നു. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നെയ്യാറ്റിൻകര കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നാടകമാണ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഗ്രീഷ്മയുടെ പദ്ധതിയാണ് എന്നുള്ളത്. കാരണം ഗ്രീഷ്മയുടെ പദ്ധതി മാത്രമല്ല, ഗ്രീഷ്മയുടെ അഭിഭാഷക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതി. എന്താണ് നെയ്യാറ്റിൻകര കോടതിയിൽ സംഭവിച്ചത്? ആ സംഭവിച്ച കാര്യങ്ങൾക്ക് പിന്നിൽ 100% ഗ്രീഷ്മയുടെ ബുദ്ധി മാത്രമല്ല, അത് വളരെ ക്ലിയർ ആയിട്ട് ഗ്രീഷ്മയെ താങ്ങി നടക്കുന്ന, ഗ്രീഷ്മക്ക് ഉപദേശം നൽകുന്ന അഭിഭാഷക സംഘത്തിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഷാരോണിന്റെ കേസ് കൊലപാതകമാണ് എന്ന് തെളിയുന്നതിന് മുൻപ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും വ്യക്തമായ നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശവുമായി ബന്ധപ്പെട്ട കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗ്രീഷ്മയും സംഘവും പോലീസിന്റെ മുന്നിലെത്തുന്നതും കുറ്റസമ്മതം നടത്തുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നത്. എന്നാൽ ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതിയിൽ സംഭവിച്ചത് കണ്ട് മലയാളികൾ എന്ന് മാത്രമല്ല, ഈ കേസ് അറിയുന്ന എല്ലാവരും, തമിഴ്നാട്ടിലൊക്കെ ഹിറ്റാണ് ഈ കേസ്, ഈ കേസ് അറിയുന്ന എല്ലാവരും ഞെട്ടിപ്പോയിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പോലീസ് തന്നെ നിർബന്ധിപ്പിച്ച്, ക്രൈംബ്രാഞ്ച് സംഘം തന്നെ നിർബന്ധിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചതാണ് എന്നുള്ളതാണ് നെയ്യാറ്റിൻകര കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴിയിൽ ഗ്രീഷ്മ പറയുന്നുള്ളത്. അതായത്, ഞാൻ കുറ്റസമ്മതമൊന്നും നടത്തിയിട്ടില്ല, എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും അറിയില്ല, ഈ കേസ് എന്താണ് എന്നുള്ളത് പോലും അറിയില്ല, മറിച്ച് എൻ്റെ അമ്മയെയും എൻ്റെ അമ്മാവനെയും വെറുതെ വിടാമെന്ന് പോലീസ് പറഞ്ഞതുകൊണ്ട്, ക്രൈംബ്രാഞ്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കുറ്റം പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നിർബന്ധത്തിന് വഴങ്ങി സമ്മതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഗ്രീഷ്മ പറഞ്ഞിട്ടുള്ള കാര്യം. നോക്കുക, ചിന്തിക്കുക. ഗ്രീഷ്മ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല, കുറ്റസമ്മതം നടത്തിയത് ക്രൈംബ്രാഞ്ചിന് വേണ്ടിയിട്ടും പോലീസിന് വേണ്ടിയിട്ടും അവർ എൻ്റെ ഒന്നും അറിയാത്ത തങ്കം പോലത്തെ എൻ്റെ അമ്മയെയും തങ്കം പോലത്തെ എൻ്റെ അമ്മാവനെയും പിടിച്ചു കെട്ടിയേക്കാം അല്ലെങ്കിൽ അകത്തിട്ടേക്കാം എന്നുള്ള ഒരു ഭയം കാരണമാണ് ഞാൻ നിർബന്ധത്തിന് വഴങ്ങി കുറ്റസമ്മതം നടത്തിയത്. അപ്പോൾ ഇവളുടെ വെബ് ഹിസ്റ്ററി പരിശോധിച്ചത് കണ്ടിട്ടല്ല, ഇവളുടെ ചാറ്റ് ഹിസ്റ്ററി കണ്ടിട്ടല്ല, ഇവളുടെ ചില നീക്കങ്ങൾ വ്യക്തമായി പോലീസ് മനസ്സിലാക്കിയതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചോദ്യം ചെയ്തതിൽ ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ കുറ്റസമ്മതം നടത്തിയതല്ല, മറിച്ച് ഞാൻ കുറ്റസമ്മതം നടത്തിയത് പോലീസിന് വേണ്ടിയിട്ടാണ്, ക്രൈംബ്രാഞ്ചിന് വേണ്ടിയിട്ടാണ്. ഈ ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ ഇവളുടെ ബന്ധുക്കളല്ലേ? അല്ലെങ്കിൽ ഇവരുടെ മുന്നിൽ കുറ്റസമ്മതം നടത്തിക്കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമായിരിക്കും അല്ലെ, അതുകൊണ്ടായിരിക്കാം കുറ്റസമ്മതം നടത്തിയത്. എന്തായാലും ഗ്രീഷ്മയുടെ നാടകത്തിന്റെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങിയിരിക്കുകയാണ്. നാടകം ക്ലൈമാക്സിലേക്ക് പോകുന്ന
അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് അടുത്ത് നിൽക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് വേണമല്ലോ. കാരണം ഇതുവരെ എല്ലാം ട്വിസ്റ്റായിരുന്നു, ട്വിസ്റ്റോട് ട്വിസ്റ്റായിരുന്നു. അപ്പോൾ ക്ലൈമാക്സോട് അടുത്ത് നിൽക്കുമ്പോൾ ഒരു ട്വിസ്റ്റും കൂടി വേണമല്ലോ. അപ്പോൾ ആ ട്വിസ്റ്റ് വളരെ ഭംഗിയായി അഭിഭാഷകന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് നെയ്യാറ്റിൻകര കോടതിയിൽ മജിസ്ട്രേറ്റ് നൽകിയിട്ടുള്ള മൊഴിയിൽ ആ ട്വിസ്റ്റ് അങ്ങ് ഗ്രീഷ്മ കാണിച്ചു കൊടുത്തു. ഞാനൊന്നും ചെയ്തിട്ടില്ലേ, എനിക്കൊന്നും അറിയില്ലേ, എൻ്റെ അമ്മാവനും എൻ്റെ അമ്മയെയും പോലീസ് ചിലപ്പോൾ നോക്കൂ, അമ്മാവനും അമ്മയും പോലീസിനെ കയറി കടിച്ചു, അതുകൊണ്ടാണല്ലോ അമ്മാവനെയും അമ്മയും പോലീസ് പിടിച്ച് അറസ്റ്റിലാക്കുന്നത്. എന്തായാലും പോലീസ് ഗ്രീഷ്മയെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പോലീസ് സംഘം അടക്കം ഇപ്പോൾ ഇങ്ങനെ കിളി പോയ പോലെ നിന്ന് കാണും. കാരണം തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, തങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷണം നൽകിയിട്ടുള്ള ഒരാൾ കോടതിയിൽ എജ്ജാതി നാടകം കളിക്കുമെന്ന് പോലീസ് പോലും ചിന്തിച്ചു കാണില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗ്രീഷ്മക്കെതിരെ അങ്ങനെ വ്യക്തമായ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ചില കാര്യങ്ങളെ കൂട്ടിക്കടിച്ച് ഒരു തെളിവുണ്ടാക്കി എന്നതിനപ്പുറത്ത് വ്യക്തമായ തെളിവുകളില്ല. മറിച്ച് ഗ്രീഷ്മ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് 100 മലയാളികളായിട്ടുള്ള എല്ലാവർക്കും, തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. കാരണം ഗ്രീഷ്മയുടെ നാടകവും ഗ്രീഷ്മയുടെ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പും കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ കോടതിയിൽ വേണ്ടത് തെളിവാണ്, കോടതിക്ക് ആവശ്യം തെളിവാണ്. സാഹചര്യ തെളിവുകളും വളരെ അത്യാവശ്യമായിട്ട് കോടതിക്ക് ആവശ്യമാണ്. കാരണം ഇനിയൊന്നും കിട്ടിയില്ലെങ്കിൽ സാഹചര്യ തെളിവുകളെങ്കിലും വേണം. അത് ഗ്രീഷ്മയുടെ ഈ നീക്കത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി പോകുമോ? എന്തായാലും ഗ്രീഷ്മ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, അച്ഛനെയും അമ്മയെയും അമ്മാവനെയും പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ ആ മൊഴി കേട്ട മജിസ്ട്രേറ്റ് പോലും ചിലപ്പോൾ ഞെട്ടിക്കാണും. ഇതിൽ ഒരു സംശയമില്ല, മജിസ്ട്രേറ്റ് പോലും ഞെട്ടിക്കാണും. കാരണം അത്തരത്തിലുള്ള നാടകമായിരുന്നു ഗ്രീഷ്മ കളിച്ചത്. പക്ഷെ ഒരു കാര്യം പറയാം, ഗ്രീഷ്മ നീതിപീഠത്തിന് മുന്നിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള നാടകങ്ങൾ കളിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. പക്ഷേ ഈ ലോകവും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിനകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതായത് മനസ്സിനകത്ത് നിങ്ങൾ കുറ്റവാളിയാണെന്നുള്ള വ്യക്തമായ ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. നീതിപീഠത്തിന് മുന്നിൽ രക്ഷപ്പെട്ടു എന്ന് കരുതി നീതിപീഠത്തിന് മുന്നിൽ ചിലപ്പോൾ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. പക്ഷേ ഒരു കാര്യം പറയാം, എന്തായാലും കോടതി അടക്കം അല്ലെങ്കിൽ ഈ കേസിൽ വിധി പറയേണ്ട ജഡ്ജ് അടക്കം വ്യക്തമായി ഗ്രീഷ്മ കേസ് എന്താണെന്നും അതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമായി മനസ്സിലാക്കി കാണാം. അപ്പോഴും തെളിവുകൾ അത്യാവശ്യമാണ്. എന്തായാലും ഗ്രീഷ്മ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി കേട്ട് ക്രൈംബ്രാഞ്ച് മാത്രമല്ല ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരും ഒന്ന് നടുങ്ങിക്കാണും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.